എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്നൊരു ബോളിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ കുക്കറിലോട്ട് ഒരു അരക്കപ്പ് കടലപ്പരിപ്പ് വേവിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു 2-3 വിസിൽ വേവിക്കാനായിട്ട് വയ്ക്കുക. ഒരു ബൗളിലോട്ട് കുറച്ച് മൈദ, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത് നല്ലപോലെ സോഫ്റ്റായിട്ട് കുഴച്ച് വയ്ക്കുക. കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി ഒരു പാനിലോട്ട് വേവിച്ച് വെച്ചേക്കുന്ന കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അരക്കപ്പ് പഞ്ചസാര അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ പഞ്ചസാര നല്ലപോലെ മെൽറ്റായി കഴിയുമ്പോഴത്തേന് കുറച്ച് ഏലക്കാപ്പൊടി. ഇനി ഇത് നല്ലപോലെ മെൽറ്റായി ഒന്ന് തണുത്ത് വരുമ്പോഴത്തേന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത് ഈ ഒരു ബോളാക്കി മാറ്റി വയ്ക്കുക. ഇങ്ങനെ എല്ലാം ബൗളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൈദയുടെ കൂട്ടിൽ നിന്ന് കുറച്ച് എണ്ണ, ആ നല്ലെണ്ണ കുറച്ച് ഊറ്റി മാറ്റുന്നുണ്ട്. അതിനുശേഷം അതിൽ നിന്ന് കുറച്ച് ഭാഗം എടുക്കുക. എന്നിട്ട് ഈ കടലപ്പരിപ്പിൻ്റെ ഫില്ലിങ് അതിനകത്തോട്ട് വെച്ച് എല്ലാം നല്ലപോലെ കവർ ചെയ്ത് വയ്ക്കുക. അങ്ങനെ എല്ലാം നല്ലപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരിപ്പൊടിയിലാണ് പരത്തിയെടുക്കുന്നത്. നല്ലതായിട്ട് പരത്തി നല്ല നൈസായിട്ട്, എത്രത്തോളം നൈസാക്കുമോ അത്രയും നൈസായിട്ട് പരത്തിയെടുക്കാം. നല്ലപോലെ പരത്തിയിട്ടുണ്ട്. ഈ ഒരു പരത്തി എടുത്തിട്ടുണ്ട്. ഇനി പാനിലോട്ട് പാൻ ചൂടാകുമ്പോൾ അതിലോട്ടിട്ട് ഒരു ഭാഗം ഒരു 1-2 മിനിറ്റ് ഒന്ന് കുക്കായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക, നെയ്യ് തടവി കൊടുക്കുക. വീണ്ടും ആ ഭാഗം ഒന്ന് കുക്കാകുമ്പോഴത്തേനും തിരിച്ചിടുക. പിന്നെ കുറച്ച് നെയ്യ് അതിലോട്ട് പരട്ടി കൊടുക്കുക. ഇപ്പം നമ്മുടെ വളരെ സോഫ്റ്റായിട്ടുള്ള ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.